നാളെ നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ നമ്മുടെ കൂടെയുണ്ട്. എന്താണ് ഏറ്റവും അവസാന മണിക്കൂറിലെ ചിത്രം? വളരെ അനുകൂലമാണ്. വളരെ സമാധാനത്തിലും സന്തോഷത്തിലുമാണ് ഞാനുള്ളത്. ജനങ്ങൾ നല്ല രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ മനുഷ്യർ ചിന്തിക്കുന്നുണ്ട്. അത് വ്യക്തമായും വോട്ടുകളായിട്ട് മാറും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് എല്ലാ പാർട്ടിയും ഇടത് വലത് BJP തുടങ്ങി എല്ലാവർക്കും ഒരു പാഠമാകുന്നൊരു തിരഞ്ഞെടുപ്പ് റിസൾട്ട്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ കബളിപ്പിക്കൽ എല്ലാ കാലത്തും നടക്കില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എത്തും. ഈ നിലമ്പൂരിൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന വിവാദം MV ഗോവിന്ദൻ നടത്തിയ പരാമർശമാണ്. RSSുമായി CPM സഹകരിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത്തരത്തിൽ ജനസംഘവുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ്. എന്താണ് MV ഗോവിന്ദൻ അങ്ങനെ പറയാനുള്ള സാഹചര്യമായി കരുതുന്നത്? അല്ല, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവർ മെല്ലെ മെല്ലെ എന്താ പറയുക പച്ചയായി പറഞ്ഞു തുടങ്ങി. ഇത് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ലല്ലോ. BJP RSS ഫാസിസ്റ്റ് അല്ല, സെമി ഫാസിസ്റ്റ് പോലും അല്ല എന്നുള്ളത് ആര് പറഞ്ഞു? ഈ പറയുന്ന ഗോവിന്ദ മാഷ് AK ബാലനൊക്കെ പറഞ്ഞിട്ട് 2-3-4 മാസമായി. ജനതൊക്കെ മറന്നു പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു പറഞ്ഞ് കയറി വരികയാണ്. ഇപ്പോൾ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്, അതിനെന്താ വേണ്ടി വന്നാൽ ഞങ്ങൾ സഹകരിക്കും. ഇപ്പോഴും ഞങ്ങൾ സഹകരണ മനോഭാവത്തിലാണ്. ഇതാ PV അൻവർ 8-9 മാസമായിട്ട് കേരളത്തിലെ ജനങ്ങളോടും ഈ പ്രിയപ്പെട്ട സഖാക്കളോടും ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കേരളത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതോ കേരളത്തിലെ എന്താ പറയുക മതേതര സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, ഏത് മതത്തിൽപ്പെട്ടാലും. അപ്പോൾ കയറി അതിലേക്ക് വരികയാണ്. BJPയുമായിട്ട് നാളെ ഒരു അലയൻസിലേക്ക് പോകാൻ പോലും ഒരു പ്രയാസവുമില്ലാത്ത അവസ്ഥയിലേക്ക് CPM എന്ന് പറയാൻ പറ്റില്ല. ഇതിന് CPMൻ്റെ പോളിസി അല്ലല്ലോ അത് പിണറായിസത്തിൻ്റെ ഭാഗമാണ്. ആ പിണറായിസത്തോടു കൂടി ഒട്ടുകയാണ് ഇദ്ദേഹം. അതിൻ്റെ മീഡിയേറ്റർ എന്ന വാക്യം ഉപയോഗിക്കാൻ കാരണം അതാണ്. അപ്പോൾ സ്വാഭാവികമായും BJPയും തമ്മിലുള്ള ഇതിൻ്റെ ഇടയിലുള്ള മീഡിയേറ്റർ MV ഗോവിന്ദൻ തീർച്ചയായിട്ടും കേരളത്തിൽ ഡൽഹിയിലൊക്കെ ഒന്നും കോൺടാക്ട് ചെയ്യാനുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിനായിട്ടില്ല. കേരളത്തിലെ ഈ BJP ലീഡർഷിപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷിയൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു വളരെ ഡേഞ്ചറസ് പൊളിറ്റിക്സ് പോവാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മതേതര സമൂഹം ഇതിനെ ശക്തമായി എതിർത്ത് സംസാരിച്ചപ്പോൾ ഷൗക്കത്ത് എന്താ ചെയ്ത്? ഷൗക്കത്ത് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടില്ലേ? അതിനെന്താ പ്രത്യേകത? മുമ്പുണ്ടായിട്ടുണ്ടല്ലോ, അത് രേഖകളിലുള്ളതാണല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ ലൈറ്റൻ ചെയ്യാണ്, സോഫ്റ്റൻ ചെയ്യാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതാണ്, ആൻറ്റി പിണറായിസത്തിനെതിരെ. അതുകൊണ്ട് ഷൗക്കത്തിന് എന്താണ് ഒരു ഗുണം? കാരണം LDFും BJPയും തമ്മിലുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വോട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വോട്ടും ഷൗക്കത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വോട്ട് ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ വോട്ട് കിട്ടുമെന്നാണ് ഷൗക്കത്ത് നോക്കുന്നത്. ഗോവിന്ദ മാഷ് ചെയ്ത അതേ പണിയാണ് ആര് ചെയ്യുന്നത്? ഷൗക്കത്തും ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ എതിർക്കുന്നതിന്. എനിക്ക് വ്യക്തിപരമായ വിരോധമല്ല എന്ന് ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടുമില്ല. അവനവൻ്റെ കാര്യം അതിനെന്തും ചെയ്യും. അതാണ് അവനവൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോഴും പിണറായിയുടെ ആ കാറിൻ്റെ പിന്നിൽ ഇങ്ങനെ സുഖമായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നു. IPSകാർ കാലുഴിഞ്ഞ് തരാൻ തയ്യാറായി നിൽക്കല്ലായിരുന്നു. അതൊക്കെ ജനം കണ്ടതല്ലേ. അവിടെയാണ് നിലപാട് വ്യത്യാസം. ആ നിലപാട് വ്യത്യാസവും നിലപാടും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യൂലേ. ഈ നാളെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലും ഇപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നിലമ്പൂർ ബൈപ്പാസ്, അല്ലെങ്കിൽ നിലമ്പൂർ ഗവൺമെൻറ് കോളേജ്, ജില്ലാ ആശുപത്രി, ഇല്ലെങ്കിൽ ഹൈവേ, മേപ്പാട് ഹൈവേ, ഇങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്നായിരുന്നു എല്ലാവരും വിലയിരുത്തിയിരുന്നത്. പക്ഷേ അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം വന്യമൃഗ ശല്യം പോലും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമായി ബന്ധപ്പെട്ട വിവാദം, ഇപ്പോൾ ഏറ്റവും അവസാനം MV ഗോവിന്ദൻ RSS പരാമർശം, അത്തരത്തിൽ വിഷയങ്ങൾ മൊത്തം മാറിപ്പോയോ നിലമ്പൂരിൽ? അല്ല, മാറ്റിക്കളയാണ്. അതും ഒരു നെക്സസിൻ്റെ ഭാഗമാണ്. ഇവിടെ UDF ചർച്ച ചെയ്താലും വന്യമൃഗ പ്രശ്നം UDF ചർച്ച ചെയ്താലും ഗുണം കിട്ടാൻ പോകുന്നത് എനിക്കാണ്. ഇവിടെ ബൈപ്പാസ് തടസ്സപ്പെടുത്തിയതിൻ്റെ കാര്യം ചർച്ച ചെയ്താലും അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് എനിക്കാണ്. ആശുപത്രിയുടെ സ്ഥലമെടുപ്പ് തടസ്സപ്പെടുത്തിയതിൻ്റെ കാര്യം പറഞ്ഞാലും ഗുണം കിട്ടാൻ പോകുന്നത് എനിക്കാണ്. ഈ പറയുന്ന നിലമ്പൂരിലെ എന്താ പറയുക വിദ്യാഭ്യാസം എന്താ പറയുക കുടിവെള്ളവുമായി ബന്ധപ്പെട്ട വിഷയം തടസ്സപ്പെടുത്തിയത് പറഞ്ഞാൽ എനിക്ക് ആ വോട്ട് കിട്ടാൻ പോകുന്നത്. ജലജീവൻ മിഷൻ പകുതി വഴിക്കിട്ട് പോയതിനെക്കുറിച്ച് എന്ത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും വികസന തടസ്സപ്പെടുത്തലുകളും ചർച്ച ചെയ്താൽ അതിനൊക്കെ ഗുണഭോക്താവ് ഞാനാണ്.
അപ്പോൾ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് ഈ രണ്ട് മുന്നണി മാറി. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒരു കാര്യമില്ല, തെരഞ്ഞെടുപ്പിന് ഒരു വിധത്തിലൊക്കെ ബാധിക്കില്ല. ഒരു വിധത്തിലും ഇത് ബാധിക്കില്ല. എന്ന് മാത്രമല്ല, ജനങ്ങൾ ആ വിഷയത്തിൽ പരിഗണിച്ചില്ല. വീട്ടിൽ പോയിട്ട് മന്ത്രിമാരും എം എൽ എമാരും രണ്ട് വിഭാഗത്തെ എം പിമാരും ഒക്കെ പറയുന്നത് ഞങ്ങളൊക്കെ പരിഹരിക്കും. പക്ഷേ ധൈര്യമായിട്ട് ജനങ്ങളോട് പറയാൻ ഈ നിമിഷം വരെ രണ്ട് മുന്നണി തയ്യാറായിട്ടില്ല. പക്ഷെ നിലമ്പൂരിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ജനങ്ങളാണല്ലോ വോട്ടർമാർ. ഈ സാമുദായിക രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾ ഇപ്പോൾ പല സാമുദായിക നേതാക്കളെയൊക്കെ പി വി അൻവർ നേരിൽ പോയി കണ്ടു. ജിഫ്രി തങ്ങളെ, കാന്തപുരത്തെ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെയൊക്കെ പോയി കണ്ടു. അതിൻ്റെയൊക്കെ ആന്തരിക ഫലം എന്താണെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, അവരോടൊക്കെ ഞാൻ ഇവിടുത്തെ ഇഷ്യൂസ് പറയാൻ, അവരൊക്കെ ഇതിനെക്കുറിച്ച് നല്ല അലർട്ടാണ്. വന്യജീവി വിഷയം കേരളത്തെ ആകെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യമുണ്ട്. അതിൽ ഈ ഗവൺമെൻറ് നിലപാട് വളരെ മോശമാണെന്നും മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നില്ല എന്നും കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട വനമന്ത്രിയാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വനമന്ത്രിയാണ് ഇന്നത്തെ മന്ത്രിയെന്നും, എന്നാൽ മുഖ്യമന്ത്രി അതിൽ ഇടപെടേണ്ട രീതിയിൽ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ല എന്നും എന്ന വിഷയത്തിൽ ഇവർക്കൊക്കെ ആശങ്കയുണ്ട്. അവർക്കതിൽ വലിയ പ്രതിഷേധമുണ്ട്. അപ്പം ഞാനൊരു ഒരു ഒരു എന്താ പറയുക, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ രാജിവെക്കുന്നത്. ആ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, അതില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ എന്താ, അവരൊക്കെ നല്ല മനുഷ്യർ, സമൂഹത്തിൽ നന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണുള്ള എല്ലാ സാമുദായിക നേതാക്കന്മാരും. അപ്പം അവിടെ ആ വിഷയം ചർച്ച ചെയ്യപ്പെടാത്തതിൽ അവർക്ക് പ്രതിഷേധമുണ്ട്. അത് ഏറ്റെടുത്ത് ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഞാനാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. എൻ്റെ ഫൈറ്റ് ആത്മാർത്ഥപരമാണ് എന്നുള്ള അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഈ സാമുദായിക നേതാക്കൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തുടങ്ങിയതല്ല. ഞാൻ ഒന്നുമല്ലാത്ത കാലത്ത് 2011, 2012 എറണാകുളം ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഈ മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. ആ ഒരു പീരീഡില്ല, 11-12. ഞാനതിൽ സുപ്രീം കോടതിയിൽ ഇവിടുത്തെ വെസ്റ്റേൺ ഗഡ്സ് പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം ഉണ്ടാക്കി തമിഴ്നാട് കർണാടകയിൽ നിന്ന് ആളെ കർഷകരെ ചേർത്ത് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് ആ കേസ് നടത്തിയവനാണ് ഞാൻ. അത് കഴിഞ്ഞ് ഗ്രീൻ ട്രിബ്യൂണൽ കേസ് നടത്തിയവനാണ്. അതൊന്നും നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല. അത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ നാട് പോകും എന്ന് എനിക്ക് അന്നേ അറിയാം. 3-4 വർഷമായി ഞാൻ പറയുന്നത് തുറന്നിട്ട മൃഗശാലയാവും കേരളം. ആയില്ലേ? ഇനിയിപ്പോൾ നഗരത്തെയും ബാധിക്കാൻ പോവുക. കോഴിക്കോട് നഗരത്തിൽ കുരങ്ങാണ്, പന്നിയാണ്. 15ാം നിലയിലെ ഫ്ലാറ്റിൽ ഏറ്റവും സേഫാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുടെ എന്താ പറയുക, അവർ അരക്കിയിട്ട ഡ്രസ്സും ഭക്ഷണത്തിലും കുരങ്ങ് അടിച്ചു മാറ്റുകയാണ്. ടെറസിൻ്റെ മുകളിലുണ്ടാക്കുന്ന, ഭൂമിയിൽ അതിലൊന്നും ഉണ്ടാക്കാൻ വയ്യ, ടെറസിൻ്റെ മുകളിലാണ് പലരും ഇപ്പോൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ കുരങ്ങ് കയറിയിട്ട് കൈകാര്യം ചെയ്യാണ്. അപ്പോൾ എങ്ങനെ ജീവിക്കുക? ഈ മൃഗങ്ങളെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ എന്താ മാർഗം? വൻമതിലുകൾ, ഇത് മാത്രമേ മാർഗമുള്ളൂ. അതിനെന്താ വേണ്ട? കുറച്ച് പൈസ, ഒരുപാട് കാശൊന്നും വേണ്ട. 3000 കോടി ഉണ്ടെങ്കിൽ ഏകദേശം ഇത് തീരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നടത്തിയ ഒരു പഠനത്തിൽ 1 കിലോമീറ്ററിന് ഒരു എന്താ പറയുക 3 കോടി രൂപ ചിലവാക്കിയാൽ ഒരു സാധനം പുറത്ത് കിടക്കാത്ത നല്ല ക്ലിയർ സ്ട്രെങ്തൻ ചെയ്ത ഫെൻസിങ് മതിലേ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയിൽ വലിയ പരസ്യ പ്രചാരണം നല്ല കൊട്ടിക്കലാശത്തോടുകൂടി സമാപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ തന്നെ പി വി അൻവർ, ഇന്ന് മാത്രമല്ല ആദ്യം മുതൽ നിശബ്ദ പ്രചാരണത്തിലായിരുന്നു. അപ്പോൾ അത് ഗുണം ചെയ്തു എന്ന് വിലയിരുത്തുന്നുണ്ട്. ഈ പരസ്യ പ്രചാരണങ്ങൾ മാറ്റി ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു പ്രധാന സ്ഥാനാർത്ഥി ഇത്തരത്തിൽ നിശബ്ദ പ്രചാരണം തുടക്കം മുതൽ തന്നെ സ്വീകരിക്കുന്നത്. റോഡ് ഷോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ നിശബ്ദമായിരുന്നല്ലോ പി വി അൻവറുടെ പ്രചാരണം. അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ് നമ്മൾ മണി 1:30. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഫോണിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നിങ്ങളടക്കം എന്താ വിചാരിച്ചിരുന്നത്? ഞാനത് ഇലക്ഷൻ ടാക്ടിക്സ് ആയിട്ട് തന്നെയാണ് പോയത്. എനിക്ക് വേണമെങ്കിൽ ഈ പ്രകടനം ആദ്യം നടത്തായിരുന്നു, എൻ്റെ ശക്തി കാണിക്കായിരുന്നു, ബാർഗെയിൻ ചെയ്യായിരുന്നു. നോ, ഞാനൊരു ബാർഗെയിനിങ്ങിനില്ല. കാരണം ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാനൊരു വിശ്വാസി കൂടിയാണ് ദൈവപരമായിട്ട്. എനിക്ക് എൻ്റെ മനുഷ്യനെ വഞ്ചിക്കാൻ പറ്റില്ല. വഞ്ചനക്ക് നാളെ ഉത്തരം ദൈവത്തിന് മുമ്പിൽ പറയേണ്ടതെന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ശക്തി കാണിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ വളരെ പതുങ്ങി നിന്നു, കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ 5000 വോട്ട് 3000 പേര് 15,000 എത്തിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ ഞെങ്ങി ഞെരുങ്ങിയിട്ട് 3000 തുടങ്ങിയതാണ്. പക്ഷേ കൃത്യമായി എനിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, അന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ എൻ്റെ ഒരു പ്രവർത്തകനുണ്ടെന്ന്. 75,000 കുറയാത്ത വോട്ടിന് ജയിക്കും. അത്ഭുതമായിട്ടൊന്നും കാണണ്ട. മനുഷ്യൻ്റെ മനസ്സറിയാം എനിക്ക്. കണ്ടോളൂ നിങ്ങൾ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏത് വോട്ട് ബാങ്കിൽ നിന്നായിരിക്കും പി വി അൻവർ കൂടുതൽ വോട്ട് വരാൻ പോകുന്നത്?
എൻ്റെ അഷ്കറ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ കഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ എന്ത് രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ മാത്രമേ കാര്യം നടക്കൂ എന്ന കാര്യം ചോദിച്ചാൽ ഈ പ്രത്യക്ഷത്തിൽ രണ്ട് സംഘടനകൾ പ്രവർത്തിക്കുന്നു, രണ്ട് മുന്നണികൾ മെഷീനറി സംവിധാനമായി പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ടും അൻവറിനെ പോലെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി അവിടെ വിജയിക്കണമെങ്കിൽ അടിയൊഴുക്കുണ്ടാവണം. ഈ രണ്ട് മുന്നണികളുടെ അടക്കം വോട്ട് ബാങ്കിൽ ശക്തമായ വിള്ളൽ വീണ് അടിയൊഴുക്കുണ്ടായാൽ മാത്രമേ ഈ പറയുന്ന 75,000 അല്ലെങ്കിൽ വിജയത്തിലേക്ക് പി വി അൻവർ വോട്ട് പിടിക്കാൻ സാധിക്കുള്ളൂ. ഇനി പറയുന്ന അതിൻ്റെ പകുതി വോട്ടെത്തണമെങ്കിൽ പോലും ശക്തമായ ഒരു അടിയൊഴുക്ക് ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ അത് കൃത്യമായൊരു വോട്ട് ബാങ്കിൽ നിന്നാവണമല്ലോ. എൻ്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നോമിനേഷൻ കൊടുത്ത് ഇറങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഇവിടെ ജനങ്ങളും പിണറായിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇവിടെ ജനങ്ങളും ജനവിരുദ്ധരായ സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതാണ് അതിൻ്റെ സത്യം. നിലമ്പൂരിൽ ഞാൻ കണക്കൂട്ടുന്നത് 40% പൊളിറ്റിക്കൽ വോട്ട് ഇപ്രാവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ ഒരു 45% ഏത് മുന്നണിക്കായാലും. 50%-ത്തിലധികം ആളുകൾ തൽക്കാലം രാഷ്ട്രീയം മാറ്റി വച്ചിരിക്കുകയാണ്. നമ്മളെ നിലനിൽപ്പാണ് പ്രശ്നം എന്ന് മനുഷ്യർ സ്വയം ചിന്തിക്കുകയാണ്. അപ്പം 50 തൊട്ട് 55-60% വരെ നോൺ പൊളിറ്റിക്കലൈസ് വോട്ടാണ് വരാൻ പോണത്. ബട്ട് ദേ ആർ പൊളിറ്റിക്കൽ പീപ്പിൾ. അപ്പം അവരെ തിരുത്തണം. ഞാൻ ആദ്യം അതിൻ്റെ കൂടെ ഞാനെന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യാൻ വരുന്ന സഖാവായിരിക്കുന്നു. ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ കണ്ടോ, എല്ലാ ബൂട്ടും ടെക്നിക്കലി പരിശോധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചോ. ആദ്യത്തെ വോട്ട് ചെയ്യുന്ന സഖാവായിരിക്കും. ആ വോട്ട് ആർക്കറിയോ? ആൻറ്റി പിണറായി. എന്താ കാരണം എന്നറിയോ? ജീവിക്കാനൊരു മാർഗമില്ല, ഒരു മാർഗമില്ല. മരുമകനും കുടുംബവും സംവിധാനവും സമ്പത്തിലേക്ക് ഒതുങ്ങിയൊരു കുടുംബം. തൊഴിലാളി പ്രശ്നങ്ങൾ വളരെ വലുതല്ലേ. ഇപ്പോൾ 26,000 ആളുള്ളൂ നമ്മളെ ആശാ വർക്കർമാർ. അവരെന്ത് ചുക്ക് ചെയ്യാനെന്ന എന്താ പറയുക, ഗോവിന്ദമാഷ് ചോദിച്ചൊരു ഘട്ടത്തിൽ. അവരൊരു ചുക്കല്ല, ഒരു പിണറായിൻ്റെ അടിവേര് വെട്ടിക്കൊണ്ടിരിക്കുക കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിലറിയാം. നമുക്ക് 232 രൂപയിൽ എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് ചെയ്ത് അവരെ രക്ഷിക്കാതെ ഇപ്പോഴും തണ്ടാൻ വിട്ടിരിക്കുകയാണ് പിണറായി. ഇതാണോ തൊഴിലാളി പാർട്ടി? എന്തെല്ലാം അധിക്ഷേപങ്ങൾ അവരുടെ പേരിൽ നടത്തി. ഇതൊന്നും സഖാക്കൾ സഹിക്കുന്ന സഖാക്കളുണ്ട്. അത് പിണറായിയുടെ ഒപ്പം യാത്ര ചെയ്യുന്ന LC സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, മറ്റേ ജില്ലാ കമ്മിറ്റി, അവരുടെ ബന്ധുക്കൾ, അവരുടെ കുടുംബം, അവരുടെ ജോലി, അവരുടെ പണം, അവരൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇൻകുലാബ് വിളിക്കുന്ന പാർട്ടി സഖാക്കളുണ്ടല്ലോ, അവരുടെ മനസ്സ് എനിക്കറിയാം. പക്ഷേ UDF അത് മനസ്സിലായിട്ടില്ല. കണ്ണൂരൊന്ന് പോകാങ്ങൾ. കണ്ണൂരിൽ ആൻറ്റി പിണറായി മാത്രമല്ല, അവിടെ ആൻറ്റി ശശിയും കൂടി ഉണ്ട്. എന്താ രക്തസാക്ഷികളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി? അല്ല, ഞാൻ പറയട്ടെ, രക്തസാക്ഷികൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഗ്രൂപ്പുണ്ട് അവരുമായിട്ട്. അവരൊക്കെ എന്താ പറയുക, മടുത്തു വെറുത്തു ജീവൻ കൊടുത്ത കുടുംബങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പിണറായി സംഘം ജയരാജന്മാരെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തു. അവിടെ ഇരുന്ന് രാജേഷിനെ കൊടുന്നാക്കി. അവരെ കേസുകൾ നടത്താൻ ആളില്ല. കേസുകൾ അവിടുത്തെ എന്താ പറയുക, അപ്പീൽ പോയി ശിക്ഷിക്കപ്പെടുന്നു. BJP-ക്കാരെ മുഴുവൻ, ഈ പറയുന്ന RSSകാരെ മുഴുവൻ രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ശശി ചെയ്ത് കൊടുക്കുന്നു. ആകെ കച്ചവടം. എനിക്കിവിടെ RSS അടക്കം എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ നിലമ്പൂർ BJP അടക്കം. എന്താ കാരണം? അവർക്കൊക്കെ വലിയ മാനസാന്തരം വന്നു. ഇതൊക്കെ ഒരു നെക്സസ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നതിൽ വസ്തുതയുണ്ട് എന്ന് അവരൊക്കെ മനസ്സിലാക്കുകയാണ്. രാഷ്ട്രീയമാകെ മറിയാ കേരളത്തിൽ. നിങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല. ഇവിടെ മനുഷ്യരെ കൂട്ടി ഒരു തേർഡ് സംവിധാനം ഉണ്ടാക്കിയിട്ട് 24-ാം തീയതി രാവിലെ ഞാൻ ഇറങ്ങും ഭൂമിയിലേക്ക്. ഒരുപാട് ആളുകളുണ്ട് ഈ മാനസികാവസ്ഥയിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഈ നെക്സസിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് പുറംകാലി കൊണ്ട് തട്ടിയിട്ട് അഹങ്കാരികളായി നടക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആർക്കാ സഹിക്കാൻ കഴിയുക? അതേപോലെ അദ്ദേഹത്തിനൊരു കോക്കസ് ഉണ്ടാകും. ആർക്ക്? പ്രതിപക്ഷ നേതാവിന്. 2 കോക്കസുകളാണ് കേരളം ഭരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കോക്കസും പ്രതിപക്ഷ നേതാവിൻ്റെ കോക്കസും. അതിൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. സത്യസന്ധരായ നേതാക്കന്മാർ അന്തം വിട്ട് നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എല്ലാത്തിലും. നിലമ്പൂരിൽ PV അൻവർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കോക്കസിൻ്റെ ഒക്കെ രാഷ്ട്രീയ ഭാവി വലിയ ചോദ്യമാവില്ലേ? അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾ ചോദിക്കട്ടെ എന്ന്. PV അൻവറിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണ്ട. നിങ്ങൾ ജനങ്ങളുടെ തീരുമാനത്തിന് ഹൈലൈറ്റ് ചെയ്താൽ മതി.
ഞാൻ നാളെ 23-ാം തീയതി ജയിച്ചിട്ട് കൊമ്പ് വെച്ച് നടക്കാനൊന്നും ഞാനില്ല. ഞാൻ എങ്ങനെയാണോ ഈ കാലം വരെ ജീവിച്ചത് അങ്ങനെ തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുള്ളൂ. അതിനൊന്നും തർക്കമില്ല. എന്നാലും തെരഞ്ഞെടുപ്പിലേക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ നിലമ്പൂരുകാർ വോട്ടർ നോക്കുമ്പോഴും ശക്തമായ അടിയൊഴുക്കാണ് പി വി അൻവർ പ്രവചിക്കുന്നത്. അതിനുള്ള കാരണങ്ങളാണ് പി വി അൻവർ പങ്കുവെക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.